നിങ്ങളിപ്പോ ഈ കാണുന്ന നടന്നു വരുന്ന മനുഷ്യനാണ് എന്റെ ചങ്ങായി മുഹമ്മദ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ നമ്മളെ മുഹമ്മദിനെ കണ്ടുപിട്ടിക്കും. പിന്നെ ഒന്നും നോക്കില്ല, ചെക്കനെ വണ്ടി കയറ്റാണ് നമ്മൾ നേരെ വിട്ട് നമ്മളെ സ്വന്തം ഉണ്ണിയാൽ ബീച്ച്. ഇനി നമ്മളെ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം പടക്കുതിരാണ്. നിങ്ങൾ ഉണ്ണിയാൽ ബീച്ചിന്റെ ഒരു പ്രത്യേകത കടപ്പുറത്ത് ഇങ്ങനെ വന്നിക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ്. പിന്നെ നമ്മൾ കണ്ടത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ബോട്ടുകളുണ്ട്. കുറച്ച് പിന്നോട്ട് നടന്നാണ്ട് ഈ കാണുന്ന മതിൽമ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. എന്താല്ലേ മാരക ലുക്ക് തന്നെ. ഫോണിൽ നിങ്ങൾക്ക് എത്ര ക്ലിയറിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും നിങ്ങൾക്ക്. പക്ഷെ രാവിലെ അങ്ങനത്തെ കാഴ്ച കാണാൻ ഇറങ്ങാന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ്. അതാണ് നമ്മളെ യഥാർത്ഥമായിട്ടുള്ള ലഹരി എന്ന് പറഞ്ഞത്. നിങ്ങളിപ്പോ കാണുന്ന ഈ ചെറിയ തടാകം, അതിന്റെ ചുറ്റോറുള്ള ഈ തെങ്ങുകളാണ് ഇവിടുത്തെ ഭംഗിനെ കണ്ട് എടുത്ത് കാണിക്കുന്നത്. ചെക്കനോട് ഞാൻ എനിക്ക് നല്ലൊരു എസ്തെറ്റിക് വീഡിയോ എടുത്ത് തരാന്നാണ് ചെക്കനെ നടത്തി. ഇതേമാരൊക്കെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്നോളൂ നമ്മളെ സ്വന്തം ഉണ്ണിയാൽ. അവിടെ നിങ്ങൾക്ക് ഇതേമാതിരി മനുഷ്യന്മാരെ ഒഴിവാക്കി പോയ നല്ല അടിപൊളി കുട്ടികളൊക്കെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേറൊരു കാര്യമാണ് ഈ കാണുന്ന പൂക്കൾ എന്നുള്ളത്. ഈ പൂവിന്റെ പേര് അറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതിന്റെ ഒരുപാട് എണ്ണം ഉണ്ടാവും. ഈ കാണുന്ന പറമ്പിൽ മൊത്തം അതാണ്. ആരെങ്കിലും ഇവിടെ വിത്ത് കൊടുത്തിട്ടുണ്ടാവോ? അങ്ങനൊന്നും വരാൻ സാധ്യത. എന്തായാലും നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ പേരറിയില്ല. അപ്പൊ ഞാൻ ആരെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ പൂതിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ നമ്മൾ ഉണ്ണിയാൽ ബീച്ച്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്ട് ഫോട്ടോ എടുക്കാം. പിന്നെ മഴ തുടങ്ങിയതാണ്ടപ്പോ നമ്മൾ ഈ കാണുന്ന തെങ്ങിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഉള്ള റോഡ് കൂടെ നമ്മൾ നേരെ കണ്ട് പോകും. ഓരോ വൈക്കാണ് മുഹമ്മദിനോടൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ചെക്കൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടും. അങ്ങനെ സേഫ് ആയി കണ്ട് ചെക്കന്റെ നാട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ചെക്കനോട് സലാം പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് നേരെ കണ്ട് പോകുന്നത്. അപ്പൊ ശരി, അന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. മാസലാമ.